ഇതെൻ്റെ ഭർത്താവാണ്. എൻ്റെ ഭർത്താവ് പ്രവാസിയായിരുന്നു. പ്രവാസി ജീവിതം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഭർത്താവിന് 2 കിഡ്നി തകരാറിലായി. ഞങ്ങളുടെ മോനാണത്. ഞങ്ങളുടെ വീട് കടത്തിലാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം ഞങ്ങൾക്കറിയില്ല. നിങ്ങളെല്ലാവരും സഹായിക്കണം. മരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. പൗണ്ട് ദേശത്ത് സ്ഥിരതാമസക്കാരനായ തോക്കടം ദേവസി മകൻ ലിൻസൺ എന്ന വ്യക്തി ഇരുവൃക്കകളും തകരാറിലായി വളരെ അതീവ ഗുരുതരാവസ്ഥയിലാണ്. വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണ് അവരുടേത്. അപ്പോൾ ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് നമുക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മളൊരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. ഏകദേശം 30 ലക്ഷത്തോളം രൂപ ചെലവ് വരും വൃക്കമാറ്റൽ ശസ്ത്രക്രിയയ്ക്കായിട്ട്. റഷീദ് 12ാം വാർഡിൻ്റെ മെമ്പറാണ്. എൻ്റെ കൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, അതുപോലെ തന്നെ 11ാം വാർഡിൻ്റെ മെമ്പർ ബിന്ദു ബഷീർ തുടങ്ങിയവരുണ്ട്. ഈ തോക്കടം ലിൻസൺ എന്ന് പറയുന്ന ആൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഏറ്റവും അർഹതപ്പെട്ട ഒരാളാണ്. ആ ചികിത്സാ സഹായം ലഭിക്കുന്നതിന് വേണ്ട ഏറ്റവും അർഹതപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ 13ാം വാർഡ് മെമ്പർ ബിന്ദു ബഷീറാണ്. 12ാം വാർഡിലെ തോക്കടം ദേവസ്വം മകൻ ലിൻസൺ 2 വൃക്കകളും തകരാറിലായി അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഒരു നിർധന കുടുംബത്തിലെ അംഗം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് വേണ്ടവിധ സഹായങ്ങൾ നൽകണം. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണം. അസ്സലാമു അലൈക്കും. ഞാൻ മരന്തരപ്പള്ളി ജമാഅത്ത് സമിതിയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള ലിൻസൺ എന്ന് പറയുന്ന പയ്യൻ 40 വയസ്സ്, അവൻ്റെ ഇരുവൃക്കകളും തകരാറിലായി വളരെ ഗുരുതരാവസ്ഥയിലുള്ളത്. അപ്പോൾ അത്യാവശ്യമായി തന്നെ ഞങ്ങളൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് നിർധന അവൻ്റെ സഹായത്തിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിലെല്ലാവരും കാര്യമായി തന്നെ സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഫാറൂഖ് ചെർപ്പുളശ്ശേരിയാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ മരന്തരപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനുള്ളത്. ഇവിടെ ലിൻസൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ, ഒരു പ്രവാസിയായ സഹോദരൻ്റെ ജീവന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ കീഴുകയാണ് പ്രിയമുള്ളവരെ. ആകെയുള്ളത് ലിൻസൺ എന്ന് പറയുന്ന സഹോദരന് ആകെയുള്ളത് ഈ ഒരൊറ്റ മോനാണ്. ഈ മോനെ കൊണ്ട് ഈ കുടുംബത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി കാരണം ഈ നാട്ടുകാരുടെ, നല്ലവരായ നാട്ടുകാരുടെ കാരുണ്യത്തിലാണ് ലിൻസൺ എന്ന് പറയുന്ന സഹോദരന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ചികിത്സ സത്യത്തിൽ ഈ നാട്ടുകാരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പെട്ടിക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ഈ നാട്ടുകാർ ഒന്നടക്കം പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറൊക്കെ അടങ്ങുന്ന, അതായത് 12, 13, 14ലെയും ഈ 3 വാർഡിലെയും പഞ്ചായത്ത് അംഗങ്ങൾ ഈ ഒരു ലിൻസൺ എന്ന് പറയുന്ന സഹോദരന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുകയാണ്. കാരണം ഈ നാട്ടിലെ 100% അർഹതപ്പെടുന്ന ഒരു കുടുംബമാണ് ഈ ലിൻസൺ എന്ന് പറയുന്ന കുടുംബം. ഒപ്പം ഈ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തകനായ ജിൻഷാദ് എൻ്റെ കൂടെയുണ്ട്. ബാക്കി കാര്യം ജിൻഷാദ് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ജിൻഷാദ് കല്ലൂരാണ്. അത്രയ്ക്കും അർഹതപ്പെട്ട ഒരു കുടുംബമാണ്. നിങ്ങളെല്ലാവരും കഴിയുന്ന പോലെ ഒന്ന് സഹായിക്കണം. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും 100 രൂപയിലും കൊടുത്ത് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണമെന്ന് വീണ്ടും വീണ്ടും ഞങ്ങളുടെ മുന്നിൽ യാചിക്കുകയാണ്. ഈ പൊന്നുമോനെ നിങ്ങൾ അച്ഛനെ തിരിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഒപ്പം ഈ നാട്ടിലൊരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടും കാര്യങ്ങളാണ് ഈ അക്കൗണ്ടിൽ നമുക്ക് ഈ വീഡിയോയിൽ വെക്കുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന സഹായം കൃത്യമായിട്ട് ഈ കുടുംബത്തിൽ എത്തുമെന്നും കൂടി അറിയിക്കണം. ഒപ്പം ഈ കുഞ്ഞു മോന് അച്ഛനെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടും ഈ കുടുംബത്തിന്റെ നാഥനെ തിരിച്ചു നൽകാൻ വേണ്ടിയിട്ടും എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം. അസ്സലാമു അലൈക്കും.